പുൽപ്പള്ളി ചേകാടിയിലെ ചന്ദ്രോത്ത് നിവാസികൾക്ക് ഒരു കാട്ടാന ഇന്ന് സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പ്രതീകമാണ്. അവർ ആ ആനക്കിട്ടിരിക്കുന്ന പേര് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി എന്ന് വിളിക്കുന്ന ഈ പിടിയാന നാളുകളായി ചന്ദ്രോത്ത് മേഖലയിലെ സ്ഥിരം സാന്നിധ്യമാണ്. കാട്ടാനയും മനുഷ്യരും പരസ്പരം അതിരുകൾ മാനിച്ച് ജീവിക്കുന്ന ഈ അപൂർവമായ കാഴ്ച ഈ കാട്ടാന ആക്രമണങ്ങളുടെ വാർത്തകൾക്കിടയിൽ വ്യത്യസ്തമാണ്. മനുഷ്യമൃഗ സംഘർഷങ്ങൾക്കിടയിലും സഹവർത്തിത്വം സാധ്യമാണെന്ന സന്ദേശമാണ് നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആനയെ മെരുക്കാതെ ആന മനുഷ്യരുമായി വേണമെങ്കിൽ ഇണങ്ങി ജീവിക്കും. നമുക്ക് വയനാട് ബ്യൂറോ തയ്യാറാക്കിയ ഈ വ്യത്യസ്തമായ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. മുൻപെങ്ങുമില്ലാത്ത വിധം കാട്ടാന ശല്യം വയനാട്ടിൽ രൂക്ഷമാണ്. പലയിടങ്ങളിലും പ്രത്യേകിച്ച് വനാതിർത്തി മേഖലയിലൊക്കെ തന്നെ കാട്ടാനയുടെ ശല്യം പതിവിനെ കവിഞ്ഞ ഈ വർഷത്തിൽ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ചക്കയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആയതോടുകൂടി കാട്ടാനകൾ അത് ഭക്ഷിക്കാനായി ഈ വനാതിർത്തി മേഖലയിലുള്ള ആദിവാസി ഉന്നതികളൊക്കെ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരാറുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് ചേകാടിക്കടുത്തുള്ള ചന്ദ്രോത്ത് എന്ന് പറയുന്നൊരു ആദിവാസി ഉന്നതിയിലാണ്. ഈ ആദിവാസി ഉന്നതിയുടെ എതിർഭാഗത്ത് വനാതിർത്തി മേഖലയാണ്. ആ തൊട്ട് എതിർഭാഗത്തായിട്ട് നമുക്ക് കാണാം അവിടെ ഒരു കാട്ടാന നിപ്പുണ്ട്. ഈ മേഖലയിൽ സ്ഥിരമായി കാണുന്ന കാട്ടാനയാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ പാലം കടന്ന് എതിർഭാഗത്തായി വനാതിർത്തിയുടെ കമ്പികൾ കാണാം. അതിന് എതിർഭാഗത്തായാണ് ആ കാട്ടാന നിൽക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നാട്ടാനേനെ പോലെ ഉണ്ടല്ലോ ചേട്ടാ, കാട്ടാനയാണ്? ഒരു സംശയം, കാട്ടാനാണോ നാട്ടാനാണെന്ന് അറിയില്ല. അത് സ്ഥിരമായിട്ട് ഇവിടത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു മാസമായി ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. പിന്നെ പറമ്പിലൊന്നും അങ്ങനെ കയറിയിട്ടില്ല ഇതുമായിട്ടും. അങ്ങനെ ശല്യമുള്ള ആനയൊന്നുമില്ല. ഇത് ചക്ക മാങ്ങയൊക്കെ തിന്നാൻ വേണ്ടി വരുന്നത്. ശല്യമുള്ള സ്ഥലമാണോ? നല്ല ശല്യമുള്ള, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശല്യം. ഈ ആനയും കൊണ്ട് ഒരു ശല്യമില്ല. ഇതുമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടില്ല. പിടിയാനയാണോ? പിടിയാന ഉപദ്രവിക്കോ? ഇത് അങ്ങനെ ഇതുവരെ ഉപദ്രവിച്ചില്ല. ഇനി ഉപദ്രവിക്കാന്ന് പറയാൻ പറ്റില്ല. അതിനെന്തെങ്കിലും മുറിവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പരിക്കുകളുണ്ടോ? അങ്ങനെ കാണുന്നില്ല. പരിക്കുകളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ഫെൻസിങ് ഉള്ള ഈ കമ്പി ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വരാത്തത്. അതായത് ഈ കാണുന്നതാണ് ഈ വനാതിർത്തി മേഖലയിലുള്ള ഫെൻസിങ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ മരങ്ങളിൽ ഫെൻസിങ്ങിന്റെ നിർമ്മാണമുണ്ട്. ആ ഫെൻസിങ്ങിന്റെ എതിർഭാഗത്തായാണ് കാട്ടാന നിൽക്കുന്നത്. ആ കാട്ടാന അവിടെ ഇട്ടിരിക്കുന്ന ഇവരൊക്കെ കൊടുത്തിരിക്കുന്ന ചക്കയുടെ അവശിഷ്ടങ്ങളും മാങ്ങയൊക്കെ കഴിക്കാനായിട്ട് എത്തിയതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏകദേശം ഒരു മാസത്തോളമായി ഈ മേഖലയിൽ ഇത്തരത്തിലൊരു കാട്ടാനയുടെ ശല്യമുണ്ട്. പക്ഷേ അവൻ ആക്രമണകാരിയല്ല എന്ന് ആളുകൾ പറയുന്നു. അതു എത്രയാണ് പഠിക്കുന്നത്? 10ൽ. എത്ര നാളാണ് ഇവിടെ കാണുന്നത്? എന്ത് പേരെന്താ? ലക്ഷ്മി. പെണ്ണാനല്ലേ? നീ തിന്നാൻ കൊടുത്താ വാങ്ങോ? കഴിക്കോ? ലക്ഷ്മി എന്ന് വിളിച്ച് ലക്ഷ്മി. സംഘർഷങ്ങളുടെ വനാതിർത്തിയിൽ നിന്ന് മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള അത്യപൂർവമായ ആത്മബന്ധത്തിന്റെയും സൗഹൃദത്തിന്റെയും നേർക്കാഴ്ചയാണിത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണിക്കും നികീഷിനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. ലക്ഷ്മി എന്ന് വിളിച്ചാൽ ഇങ്ങനെ വാലാട്ടിയും കാലനയ്ക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു കാട്ടാനയാണെങ്കിൽ കാട്ടാനയെ നമുക്കിഷ്ടമാണ്. പക്ഷേ അങ്ങനെയല്ല. ലക്ഷ്മി എന്ന് വിളിച്ചാൽ ശൂർപ്പണകയെ പോലെ എത്തുന്ന കാട്ടാനകളും നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ ആ കാട്ടാനയുടെ ആക്രമണമാണ് നമ്മൾ ഭയക്കുന്നത്, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആനയെ മെരുക്കിയാണല്ലോ മനുഷ്യരുമായിട്ടുള്ള സഹവർത്തിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. പ്രകൃതിയിൽ തന്നെ ഇണങ്ങി ജീവിക്കുന്ന ഒരു എക്കോസിസ്റ്റത്തെ നമുക്ക് കാണുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആന മനുഷ്യനെയും ഭയക്കുന്നില്ല, മനുഷ്യൻ ആനയെയും ഭയക്കുന്നില്ല എന്നുള്ളതാണ്.